ഇരുട്ടാണ്. മുംബൈ നഗരത്തിലൂടെ 10 അടി നടക്കുമ്പോൾ കാൽ കീഴിൽ തടയുന്ന ചരിത്രമെല്ലാം ചോരയുടെയും അധികാരത്തിന്റെയും കഥകളാണ്. 1960കളിലെ മുംബൈ, സ്വപ്നങ്ങളുടെ നഗരമെന്ന് പേരെടുത്ത ആ മഹാനഗരത്തിന്റെ ഇരുണ്ട ഇടനാഴിയിലേക്ക് ഇന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അന്ന് ആ നഗരത്തിന്റെ ഹൃദയമിടിപ്പുകളെ നിയന്ത്രിച്ചിരുന്നത് 3 പേരായിരുന്നു. ഹാജി മസ്താൻ, കരീം ലാല. ആ പേര് കേട്ടാൽ തന്നെ എതിരാളികൾ വിറയ്ക്കുമായിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് വിശപ്പടക്കാൻ വക തേടി വെറുമൊരു സാധാരണക്കാരനായി വിക്ടോറിയ ടെർമിനസ് പ്ലാറ്റ്ഫോമിൽ വണ്ടി ഇറങ്ങിയ ആ മനുഷ്യൻ, വരദരാജൻ മുതലിയാർ. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ഭാഷ പോലും അറിയാത്ത ഒരു ചുമട്ടുതൊഴിലാളിയിൽ നിന്ന് എങ്ങനെയാണ് അയാൾ മുംബൈ വരദഭായി എന്ന അധോലോക തലതൊട്ടപ്പനായി മാറിയത്? ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. വിക്ടോറിയ ടെർമിനസിലെ ഭാണ്ഡങ്ങൾ ചുമന്നുള്ള ആ തുടക്കം വളരെ പെട്ടെന്ന് മാറിമറിഞ്ഞു. ചുറ്റുമുള്ള അനീതിയും ചൂഷണവും കണ്ട ആ മനസ്സ് മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അന്ന് മുംബൈയിൽ മദ്യനിരോധനം നിലവിലുണ്ട്. സാധാരണക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായപ്പോൾ വരദരാജൻ അതിൽ കണ്ടത് ഒരു വലിയ ബിസിനസ് അവസരമാണ്. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ആരും ഭയപ്പെടുന്ന രീതിയിൽ അയാൾ വ്യാജ മദ്യ നിർമ്മാണവും വിതരണവും തന്റെ നിയന്ത്രണത്തിലാക്കി. ദക്ഷിണേന്ത്യയിൽ നിന്ന് കുടിയേറി വന്ന തമിഴ് ജനതയെ കൂട്ടുപിടിച്ച് അയാൾ സ്വന്തമായി ഒരു സംഘം തന്നെ കെട്ടിപ്പടുത്തു. അവിടെ തുടങ്ങി അയാളുടെ അക്രമങ്ങളുടെയും സ്വാധീനത്തിന്റെയും അധ്യായം. തനിക്കെതിരെ ശബ്ദിക്കുന്ന എതിരാളികളെ അയാൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നോക്കാം. അക്കാലത്ത് മുംബൈ തെരുവുകളിൽ വരദരാജന്റെ പേര് കേവലം ഒരു പേര് മാത്രമായിരുന്നില്ല, അതൊരു ഭയമായിരുന്നു. തുറമുഖങ്ങളിലെ ഡോക്ക് ക്ലിയറിംഗ് അഴിമതികളും കള്ളക്കടത്തുകളും അയാളുടെ വിരൽത്തുമ്പിലേക്ക് വന്നു. എതിരാളികളുടെ അഹങ്കാരം അടക്കാൻ അയാൾ സ്വന്തം കൈകൊണ്ട് നേരിട്ട് അക്രമങ്ങളിലേക്ക് ഇറങ്ങി. മുംബൈയിലെ ഡോക്ക് യാർഡുകളിൽ എതിരാളികളുടെ സംഘവുമായി വരദരാജന്റെ ആളുകൾ നടത്തിയ ഏറ്റുമുട്ടലുകൾ അക്കാലത്ത് മുംബൈ പോലീസിനെ പോലും വിറപ്പിച്ചു. വെടിയൊച്ചകളും അലർച്ചകളും കൊണ്ട് മാട്ടുങ്കയിലെയും ധാരാവിയിലെയും തെരുവുകൾ പലതറിഞ്ഞു. ഒരു വശത്ത് കള്ളക്കടത്തും വ്യാജ മദ്യവും, മറുവശത്ത് ക്രൂരമായ അധോലോക ആക്രമണങ്ങൾ. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും അയാൾ പാവപ്പെട്ടവർക്ക് മുൻപിൽ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു. മാട്ടുങ്കലിലെ തൻ്റെ ഓഫീസിന് മുൻപിൽ എല്ലാ ദിവസവും രാവിലെ 100 കണക്കിന് ആളുകൾ കാത്തു നിൽക്കും. കുടുംബ വഴക്കുകൾ മുതൽ സാമ്പത്തിക തർക്കങ്ങൾ വരെ വരദരാജൻ ഒരു ന്യായാധിപനെ പോലെ ഇരുവശവും കേൾക്കും. അയാൾ പറയുന്നതേ നിയമമായിരിക്കുകയുള്ളൂ. ആ വിധിയെ എതിർക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എതിർത്തവന്റെ ഗതി എന്തായിരിക്കുമെന്ന് നഗരത്തിന് അറിയാമായിരുന്നു. തന്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച വടക്കൻ മുംബൈയിലെ പത്താൻ സംഘങ്ങൾക്കും എതിർചേരിയിലുള്ളവർക്കും വരദരാജൻ നൽകിയ മറുപടി അതീവ ക്രൂരമായിരുന്നു. ഇരുണ്ട രാത്രികളിൽ എതിരാളികളുടെ താവളങ്ങൾ വളഞ്ഞ് രക്തച്ചൊരിച്ചിലൂടെയായിരുന്നു അയാൾ തന്റെ മേധാവിത്വം ഉറപ്പിച്ചത്. പോലീസിന്റെ ശമ്പള പട്ടികയിൽ പോലും വരദരാജന്റെ ആളുകൾ ഉണ്ടായിരുന്നു. ഏത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലും തന്റെ ആൾ അകപ്പെട്ടാലും അടുത്ത മണിക്കൂറിൽ അയാൾ പുറത്തിറക്കിയിരിക്കും. അതാണ് വരദരാജന്റെ ശക്തി. ഹാജി മസ്താൻ, കരീം ലാല, വരദരാജൻ മുതലിയാർ മുംബൈ അധോലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ത്രിമൂർത്തികൾ ഒന്നിച്ചുകൂടിയ കാലം. ഹാജി മസ്താന്റെ ബുദ്ധിയും കരീം ലാലയുടെ ക്രൂരതയും വരദരാജന്റെ ജനകീയ പിന്തുണയും ഒന്നിച്ചപ്പോൾ മുംബൈ നഗരം പൂർണ്ണമായും അവരുടെ കാൽക്കീഴിലായി. വർഷാവർഷം വരദരാജൻ നടത്തിയിരുന്ന ഗണേശോത്സവം വെറുമൊരു ആഘോഷമായിരുന്നില്ല, അതൊരു ശക്തി പ്രകടനമായിരുന്നു. ബോളിവുഡ് താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ആ പന്തലിൽ വന്ന് വരദരാജന് മുൻപിൽ തലകുനിച്ച് നിന്നു. പോലീസും രാഷ്ട്രീയക്കാരും ഒരുപോലെ നിസ്സഹായരായ ആ സുവർണ കാലഘട്ടത്തിൽ വരദരാജൻ തൊട്ടതെല്ലാം പൊന്നായി മാറി. നഗരത്തെ വിറപ്പിച്ച ആ ഭരണത്തിന് മുൻപിൽ ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ ഏത് സാമ്രാജ്യത്തിനും ഒരു അവസാനമുണ്ട്. എല്ലാ അധികാരത്തിന്റെയും അന്ത്യം കുറിക്കാൻ ഒരാൾ വരും. വരദരാജന്റെ കാര്യത്തിലും അത് സംഭവിച്ചു. 1980കളുടെ തുടക്കം. മുംബൈ ക്രൈംബ്രാഞ്ചിലേക്ക് ഒരാൾ ഡെപ്യൂട്ടി കമ്മീഷണറായി ചുമതലയേറ്റു. പേര് യശ്വന്ത് ചിനാൻജി പവാർ അഥവാ YC പവാർ. അദ്ദേഹം മറ്റുള്ള ഉദ്യോഗസ്ഥരെ പോലെ ആയിരുന്നില്ല. വരദരാജന്റെ പണത്തിനോ സ്വാധീനത്തിനോ മുൻപിൽ ആ മനുഷ്യൻ തലകുനിച്ചില്ല. മുതലിയാരുടെ സാമ്രാജ്യം തകർക്കുക എന്നത് YC പവാർ തന്റെ ജീവിതത്തിലെ ഏക ദൗത്യമായി ഏറ്റെടുത്തു. പവാറിന്റെ തന്ത്രങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. വരദരാജന്റെ ശക്തിയായ ആൾക്കൂട്ടത്തെയും ഒറ്റുകാരെയും പവാർ ഒന്നൊന്നായി
വെട്ടിനിരത്തി. ജാമ്യം പോലും ലഭിക്കാത്ത ശക്തമായ നിയമവകുപ്പുകൾ ഉപയോഗിച്ച് വരദരാജന്റെ പ്രധാന അനുയായികളെ മാസങ്ങളോളം തുറുങ്കിലടച്ചു. കള്ളക്കടത്ത് കേന്ദ്രങ്ങളിലും മദ്യശാലകളിലും ഒന്നിനു പിറകെ ഒന്നായി പോലീസ് റെയ്ഡുകൾ നടന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. വരദരാജന്റെ കണ്ണും കാതുമായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നുകിൽ സ്ഥലം മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെട്ടു. ഒരു കാലത്ത് ദൈവത്തെ പോലെ ആരാധിക്കപ്പെട്ടിരുന്ന ആ തെരുവുകളിലൂടെ യാതൊരു ഭയവുമില്ലാതെ YC പവാർ യൂണിഫോമിൽ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി. ആ കാഴ്ചയോടെ ജനങ്ങളുടെ മനസ്സിലെ ഭയം മാറി. പകരം വരദരാജന്റെ പ്രതിച്ഛായ തകർന്നടിയാൻ തുടങ്ങി. അറസ്റ്റ് ഉറപ്പായ ആ നിമിഷം 1980കളുടെ മധ്യത്തിൽ ഒരു രാത്രിയുടെ മറവിൽ വരദരാജൻ മുതലിയാർ താൻ കെട്ടിപ്പടുത്ത ആ വലിയ സാമ്രാജ്യം ഉപേക്ഷിച്ച് മുംബൈയിൽ നിന്ന് പലായനം ചെയ്തു. ഒരു സാധാരണ അഭയാർത്ഥിയായി വണ്ടി ഇറങ്ങിയ അതേ നഗരത്തിൽ നിന്ന് ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെ അയാൾ ഓടിപ്പോയി. ചെന്നൈയിലേക്ക് ഒളിച്ചോടിയ അയാൾ പിന്നീട് ജീവിച്ചത് ഒരു സുവർണ കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ്. ഹൃദയത്തിൽ മുംബൈയുടെ തെരുവുകളും മനസ്സിൽ നഷ്ടപ്പെട്ട അധികാരവുമായി നീറി ജീവിച്ച ആ മനുഷ്യൻ 1988 ജനുവരി 2 ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. എന്നാൽ അവിടെ തീർന്നില്ല ആ കഥ. അതായിരുന്നു ഏറ്റവും വലിയ സസ്പെൻസ്. മരണക്കിടക്കയിൽ കിടന്ന വരദരാജൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എൻ്റെ മൃതദേഹം ഞാൻ ഭരിച്ച മുംബൈയുടെ മണ്ണിൽ അടക്കം ചെയ്യണമെന്ന്. കുടുംബം ആ ശവവുമായി വിമാനത്തിൽ മുംബൈയിലെത്തി. പക്ഷേ ജീവിച്ചിരുന്ന വരദരാജനേക്കാൾ മരിച്ച വരദരാജനെയാണ് പോലീസ് ഭയന്നത്. വലിയൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയന്ന് മുംബൈ പോലീസ് കമ്മീഷണർ ആ ചരിത്രപരമായ ഉത്തരവിട്ടു. മൃതദേഹം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല, നേരെ ശ്മശാനത്തിലേക്ക് എന്ന്. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ നിയന്ത്രിച്ച ആ മനുഷ്യന്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരുന്നു അനുവാദം. മാട്ടുങ്കയുടെയും ധാരാവിയുടെയും തെരുവുകളിലൂടെ ആ ആംബുലൻസ് നിശബ്ദമായി കടന്നു പോകുമ്പോൾ റോഡിന് ഇരുവശവും 10,000 കണ്ണീരോടെ നോക്കി നിന്നു. ആരവങ്ങളോ മുദ്രാവാക്യങ്ങളോ ഇല്ലായിരുന്നു. പകരം ഒരു യുഗത്തിന്റെ അന്ത്യത്തിന്റെ നിശബ്ദത മാത്രം. ഇന്നും മണിരത്നത്തിന്റെ നായകൻ സിനിമയിലെ വേലു നായകനിലൂടെ ആ മനുഷ്യൻ ജീവിക്കുന്നു. വെറും കൈയോടെ വന്ന് നഗരത്തെ വിറപ്പിച്ച് ഒടുവിൽ നിശബ്ദനായി മടങ്ങിപ്പോയ ആ തമിഴ് സിംഹത്തിന്റെ കഥ. അത് ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഒരു ക്രൂരനായ കുറ്റവാളിയോ അതോ പാവപ്പെട്ടവരുടെ രക്ഷകനോ? ഉത്തരമില്ലാത്ത ആ ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ്.